ചൂപ്പൂ ചിന്നെ ഹലോ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ സിദ്ധുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, സിദ്ധുവിൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമോ, പിന്നെ സിദ്ധുവിന് എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കുന്നത്, അപ്പോൾ ഒരു ഡെയിലി റൂട്ടീനൊക്കെ ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് എനിക്കൊന്ന് വീഡിയോ എടുക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ സിദ്ധു ദേ രാവിലെ ഒരു 7 മണി 7:30 എന്തായാലും എണീക്കും. അപ്പോൾ നമ്മുടെ തനിച്ചേച്ചി ഒരു ആ സമയമായപ്പോഴേക്കും എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ധുവിനെ കെട്ടിപ്പിടിച്ച് കിടക്കുക, ഉമ്മ വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ തോണ്ടി സിദ്ധുവിനെ എണീപ്പിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തനു പറയാണ്, അമ്മ വീഡിയോ എടുക്കുമ്പോൾ സിദ്ധു എണീക്കും, വീഡിയോ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് തനു പോയിട്ട് ഇത് ലൈറ്റൊക്കെ ഓഫാക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു 7:30 ആയപ്പോഴേക്കും നമ്മുടെ സിദ്ധു എണീറ്റിട്ടുണ്ട്. അങ്ങനെ എണീറ്റ് റൂമിൽ നിന്ന് വരികയാണ് കേട്ടോ. കയ്യിൽ എന്തോ ഒരു സാധനവും കിട്ടിയിട്ടുണ്ട് പിടിക്കാനായിട്ട്. അപ്പോൾ അതും കൊണ്ട് നടന്നുകൊണ്ട് വരികയാണ്. അപ്പോഴാണ് പിന്നിലത്തെ ഡോറ് തുറന്ന് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ അതുവഴി ഇത് അങ്ങോട്ട് പോകാനായിട്ട് നോക്കാനായിട്ടാ. പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് അകത്തന്നെ കൊണ്ട് വെച്ചു. അപ്പോഴേക്കും നമ്മുടെ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. രാത്രി എല്ലാതും കൊട്ടയിലാക്കി വെക്കും, രാവിലെ ആകുമ്പോൾ എല്ലാതും പരത്തിയിടും കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതിന് ഇഷ്ടമുള്ളതൊക്കെ എടുത്ത് കളിക്കാനായിട്ട് ചെയ്യുക. അങ്ങനെ നമ്മുടെ സിദ്ധുക്കുട്ടൻ്റെ പാമ്പേഴ്സൊക്കെ മാറ്റി സിദ്ധുവിനെ പാൻറ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ചാച്ചനും അമ്മാമ്മയൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് നിന്നിട്ട് നമ്മുടെ സിദ്ധുക്കുട്ടനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നുകൊണ്ട് കളിക്കുകയാണ്. പിന്നെ ഓരോ ടോയ്സൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ എന്താണ് കഴിക്കുന്നത് അത് കുറച്ച് സിദ്ധുവിന് കൊടുക്കാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് കഴിക്കും. അങ്ങനെ അച്ചാച്ചൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ എടുത്തപ്പോഴേക്കും സിദ്ധുവിന് താഴെ ഒരു ടോയ് കണ്ടപ്പോൾ അതിനെടുക്കാനായിട്ട് താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓരോന്നൊക്കെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അച്ചാച്ചൻ താഴെ സിദ്ധുവിനെ വെച്ചിട്ട് അങ്ങോട്ട് നടന്നപ്പോഴേക്കും സിദ്ധു അച്ചാച്ചൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എടുക്കാനായിട്ട്. അച്ചാച്ചൻ എങ്ങോട്ടാണ് പോകുന്നത് ഒപ്പം തന്നെ സിദ്ധുവും പോകാനായിട്ട് നോക്കും. അച്ചാച്ചനെ എടുത്ത് നിൽക്കുന്നത് സിദ്ധുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും സിദ്ധുക്കുട്ടൻ നമ്മുടെ കുതിരവണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുമ്മ കുറച്ച് നേരം ഉന്തി നടക്കൂട്ടാ. ശരിക്കും പറഞ്ഞ് നടക്കാനായിട്ട് പഠിച്ചത് ഇതുമ്മ പിടിച്ച് നടന്നിട്ടാണ് കേട്ടോ. ഇത്തിരി ഒറ്റടി വെക്കുമ്പോഴേക്കും വീണിരുന്ന സിദ്ധു ഇതുമ്മ ഒന്ന് പിടിച്ച് ഉന്തി നടന്നപ്പോഴേക്കും വേഗം തന്നെ നടന്ന് തുടങ്ങി. അപ്പോൾ ഇതിനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം ഉന്തി കളിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇതിൽ തനിച്ചേച്ചും കയറിയിരിക്കും കേട്ടോ. തനു കയറിയിരുന്നിട്ട് സിദ്ധു ഇങ്ങനെ ഉന്തി കൊടുക്കും. അപ്പോൾ തനുവിന് നല്ല ഇഷ്ടമാണ് അങ്ങനെ പോകാനായിട്ട്. 2 വണ്ടികളുണ്ട്. അപ്പോൾ അതിൽ മാറി ഇരുന്ന് കളിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു കബോർഡ് കണ്ടോ, ഇത് ഞാൻ കെട്ടി വെച്ചേക്കാണ് കേട്ടോ. എപ്പോഴും സിദ്ധു വന്നിട്ട് അത് തുറക്കുകയാണ്. അപ്പോൾ കയ്യെങ്ങാനും പെട്ടാലത് വെച്ചിട്ട് അത് ഞാൻ കെട്ടി വെച്ചേക്കാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ സിദ്ധു അമ്മാമ്മയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മയുടെ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് നേരം കോഴീനെയും കാക്കേനെയും പൂച്ചേനെയൊക്കെ കണ്ടിരിക്കും. ആ നേരം കൊണ്ട് ഞാൻ തനുവിന് ഉള്ള കാര്യങ്ങൾ ചെയ്യും കേട്ടോ. അവൾക്ക് സ്കൂളിൽ പോകേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടന് ഇന്ന് നമ്മൾ എന്താണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കഷ്ണം സിദ്ധുവിന് കഴിക്കാനായിട്ട് കൊടുക്കും കേട്ടോ, തന്നെ കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഇത് പുട്ടായിരുന്നു. പുട്ട് അത്രയ്ക്ക് അങ്ങോട്ട് അവൻ കഴിക്കില്ല. ദോശ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവൻ അതിങ്ങനെ പിടിച്ച് നടന്ന് കഴിച്ചോളും. അപ്പോൾ പുട്ട് ഒരു പ്ലേറ്റിൽ വെച്ച് കൊടുത്തപ്പോഴേക്കും അതിങ്ങനെ എടുത്ത് കഴിക്കാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ കൂടുതലും പുറത്തൊക്കെ ഇങ്ങനെ കളയാണ് ചെയ്യുന്നത്. എന്നാലും തന്നെ പറക്കി കഴിക്കുന്ന ഒരു ശീലമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ എന്താണ് ഉണ്ടാക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്ലേറ്റിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ കുറച്ചൊക്കെ വായിലെത്തും, കുറേയൊക്കെ പുറത്ത് പോവും. പിന്നെ സിദ്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ടോയാണ് ഈ ഒരു പൂച്ച. ഈ പൂച്ചേനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ അവിടെ വെച്ച് അതിൻ്റെ മേലെ കയറി കിടക്കലാണ് കേട്ടോ സിദ്ധുവിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ളത്. എവിടെയാണ് ഇതിനെ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് എവിടെയായാലും കട്ടിലുമിലായാലും നിലത്തായാലും എവിടെയാണെങ്കിലും ആ ഒരു പൂച്ചേനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെടുത്ത് താഴെ വെക്കുന്നിട്ട് അതിൻ്റെ മേലെ കയറി കിടക്കും. ചിലപ്പോൾ അതിൻ്റെ മേലെ തലയൊക്കെ വെച്ച് കിടക്കും. അങ്ങനെ കിടക്കാൻ സിദ്ധുവിന് നല്ല ഇഷ്ടമാണ് കേട്ടോ. കുറേ നേരമൊക്കെ പൂച്ചയുടെ ഒപ്പം തന്നെ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ പൂച്ചേനെ എടുത്ത് നടക്കാനായിട്ട് നോക്കാനായിട്ട് അപ്പോൾ ഓരോ സാധനങ്ങളും പൊക്കി എടുത്തുകൊണ്ട് നടക്കാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പൂച്ചേനെ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ തനിച്ചേച്ചിയും സിദ്ധുക്കുട്ടനും കൂടി കളിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അപ്പോൾ സിദ്ധുവിന് എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുകയാണ്. എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരണം എന്നുള്ളൊരു വാശിയാണ് കേട്ടോ. അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഇരുന്നോളൂ. അപ്പോൾ എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും നമ്മുടെ തനു അത് കണ്ടപ്പോൾ തനിച്ചേച്ചി വന്നിട്ട് എൻ്റെ മേത്ത് കയറിയിട്ടാ എൻ്റെ മടിയിൽ കയറിയിരുന്നു. അപ്പോൾ നമ്മുടെ സിദ്ധുക്കുട്ടന് അത് വിഷമായി. അപ്പോൾ അത് കരഞ്ഞുകൊണ്ടിരിക്കാനായിട്ടാ. പിന്നെ സിദ്ധുവിന് രാവിലെ ഇപ്പോൾ മെയിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു അമൃതം പൊടിയുടെ കുറുക്കാനായിട്ടാണ്. മിക്കപ്പോഴും ഇത് തന്നെയാണ് എടുക്കാറ്. അമൃതം പൊടി നമുക്ക് അംഗനവാടിയിൽ നിന്ന് കിട്ടണതാണ്. അപ്പോൾ അത് കുറച്ചെടുക്കും. പിന്നെ ഇതിലേക്ക്
പനഞ്ചക്കരയാണ് കേട്ടോ ഞാനിടുന്നത്. പനങ്ങൽക്കണ്ടം ഇടാം. കുറച്ച് നാളൊക്കെ സിദ്ധുവിന് പനങ്ങൽക്കണ്ടം കൊടുത്തിരുന്നു. പിന്നെ ഞാനത് മാറ്റി ഒന്ന് പനഞ്ചക്കര ആക്കിയിട്ടാണ്. അപ്പോൾ പനഞ്ചക്കര ഇടും. പിന്നെ അതിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കും കേട്ടോ. നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കും. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെയാണ് കേട്ടോ കുറുക്കിയെടുക്കാറ്. ഇപ്പോൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞല്ലോ, അതുകൊണ്ട് അധികം ലൂസൊന്നും ആക്കാറില്ല. ഒന്നും കൂടി ഞാൻ കുറുക്കി വറ്റിച്ചെടുക്കും കേട്ടോ. ഇതിലേക്ക് ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള നെയ്യാണ് കേട്ടോ. ഇത് എൻ്റെ മേമ നെയ്യൊക്കെ വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോൾ മേമ തന്നിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്യും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കും. അപ്പോൾ ഇത് തണുത്ത് വരുമ്പോഴേക്കും ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ സിദ്ധുവിന് രാവിലെ കൊടുക്കാറ്. അപ്പോൾ കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് സിദ്ധുവിന് കുറുക്ക് കൊടുക്കുക. നമ്മുടെ തഞ്ചേച്ചി 9 മണിയാകുമ്പോൾ സ്കൂളിലേക്ക് പോവും. അപ്പോൾ 9 മണിക്ക് തന്നെ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമ്മുടെ സിദ്ധുവിനെ കുളിപ്പിക്കും. സിദ്ധുവിനെ മേത്ത് തേക്കുന്നത് വെന്ത വെളിച്ചെണ്ണയാണ് കേട്ടോ, ഉരുക്ക് വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. അത് തേച്ച് കുളിപ്പിക്കും. കുളിച്ച് കഴിഞ്ഞ് വന്ന വഴിക്കാണ് കുറുക്ക് കൊടുക്കുക കേട്ടോ. കുറുക്ക് കൊടുക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. കുറുക്ക് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ കുറച്ച് വെന്ത വെളിച്ചെണ്ണ തന്നെ മേത്തൊക്കെ കാലുമലൊക്കെ ഒന്ന് പരട്ടി കൊടുക്കും. കാലുമലും കൈമലാണ് കൂടുതലും പരട്ടുക. കുറച്ച് ഡ്രൈ സ്കിന്നാണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിലെടുത്തിട്ട് പരട്ടി കൊടുക്കും കേട്ടോ. പിന്നെ നമ്മുടെ സിദ്ധുക്കൂട്ടനെ ചെറിയതായിട്ടൊരു മൂക്കടപ്പുണ്ട്. അപ്പോൾ അതിനുള്ള മരുന്ന്, അതുകൊണ്ട് ഇന്ന് തല കുളിച്ചില്ല കേട്ടോ, മേലെ കൊണ്ട് കുളിച്ചത്. അപ്പോൾ മൂക്കടപ്പിൻ്റെ മരുന്ന് കൊടുക്കുന്നുണ്ട്. മരുന്നൊക്കെ കുടിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ കുടിച്ചോളും. അപ്പോൾ അതേ മരുന്നും കൊടുക്കുന്നുണ്ട് കേട്ടോ. മരുന്നൊക്കെ കുടിച്ച് കഴിഞ്ഞു. ഇനി സിദ്ധുക്കുട്ടനെ ഉറങ്ങാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൊട്ടിയിലാണ് കിടന്ന് ഉറങ്ങുന്നത്. തൊട്ടിയിലിട്ടിട്ട് ഒരു 5 മിനിറ്റ് പാട്ട് പാടി ആട്ടുമ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുട്ടനെ ഉറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ തൊട്ടിയിൽ നല്ല സുഖമായിട്ട് കിടക്കുന്നുണ്ട്. കിടന്ന് അപ്പോൾ തന്നെ ഒന്ന് ഉറക്കം വരുന്നുണ്ട്. ഉറക്കം വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആകെ കൈയും കാലിട്ട് അടിക്കും. ഇതിപ്പോൾ ഉറക്കം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മിണ്ടാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സിദ്ധുക്കുട്ടനെ ഉറങ്ങിയിട്ടുണ്ട്, നല്ല ഉറക്കമായിട്ടുണ്ട്. പിന്നെ ഇനി ഒരു 1.5 മണിക്കൂറൊക്കെ സിദ്ധു ഉറങ്ങിക്കോളും. അങ്ങനെ ഇതേ 1.5 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. ഒരു 9:30 ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മണിക്ക് ആകുമ്പോഴേക്കും സിദ്ധു എണീക്കും. ഇപ്പോൾ എണീറ്റിട്ട് ഇതേ ഓരോ പാവകളേനൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 11:30 ആകുമ്പോഴേക്കും സിദ്ധുവിന് ഉച്ചയ്ക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ ദേ പൊടിയേരെടുത്തിട്ടുണ്ട്, പരിപ്പ്, പിന്നെ മത്തങ്ങ, വീട്ടിലുണ്ടായ മത്തങ്ങയാണ്, പിന്നെ വെളുത്തുള്ളി, ഇതൊക്കെ നന്നായി കഴുകിയിട്ട് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും ഇട്ടിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ടൊന്ന് വേവിക്കും. എല്ലാം അത് നന്നായി ഉടഞ്ഞ് വരുന്ന പോലെ ഒന്ന് വേവിച്ചെടുക്കൂട്ടോ. അപ്പോൾ അതാണ് സിദ്ധുവിന് ഉച്ചയ്ക്ക് കൊടുക്കാറ്. എല്ലാ ദിവസവും ഓരോ ദിവസം മാറും. പരിപ്പും പയറും ഒക്കെ മാറി മാറി കൊടുക്കാറുണ്ട്. അതിലേക്ക് ബീൻസും ക്യാരറ്റും ഒക്കെ മാറി മാറി ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇടയിൽ കഴിക്കാനായിട്ട് ഞാൻ സിദ്ധുവിന് പപ്പായ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പായ സിദ്ധു ഇത് നല്ല പഴുത്ത പപ്പായ ആയതുകൊണ്ട് തന്നെ പിടിക്കുമ്പോൾ അവന് അത്രയ്ക്ക് അങ്ങോട്ട് സുഖമില്ല, അതുകൊണ്ട് കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. കുറച്ച് ഉറച്ചിട്ടുള്ള പപ്പായ ആണെന്നുണ്ടെങ്കിൽ പിന്നെയും അവൻ കടിച്ച് തിന്നാറുണ്ട്. ഇതിപ്പോൾ ദേ കഴിക്കാതെ ഇങ്ങനെ വെറുതെ തൊട്ടിരിക്കാനായിട്ട്, അത് തൊടുമ്പോൾ തന്നെ എന്തോ ഒരു സുഖമില്ല, പിടിക്കുമ്പോൾ കയ്യിനൊരു സുഖമില്ല, അതുകൊണ്ട് അത് കഴിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല കേട്ടോ. ഞാൻ കുറച്ച് ഉടച്ച് വായലൊക്കെ വെച്ച് കൊടുക്കാനായിട്ട് നോക്കി, പക്ഷേ ആദ്യത്തെ ഒരു വായ തിന്നു, പിന്നെ ഒന്നും തിന്നാനായിട്ട് കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കൊടുക്കും. ചിലപ്പോൾ ആപ്പിളാവും കൊടുക്കുക, അല്ലെങ്കിൽ പേരയ്ക്ക, അല്ലെങ്കിൽ വാട്ടർമെലൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് ഇടയ്ക്ക് കഴിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ അത് ചിലപ്പോൾ തന്നെ കഴിക്കും, ചിലപ്പോൾ കഴിക്കാനായിട്ട് കൂട്ടാക്കില്ല. പിന്നെ ഞാൻ പപ്പായ കഴിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാനൊരു വാട്ടർമെലൻ്റെ പീസ് കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിക്കുന്നുണ്ട്. അപ്പോൾ വാട്ടർമെലൺ കയ്യിൽ കിട്ടിയപ്പോൾ അതും പിടിച്ച് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് സോഫയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി, എന്നിട്ട് അത് നടന്ന് കഴിക്കാനായിട്ട് പോകാനായിട്ട്. അപ്പോൾ നടന്ന് തുടങ്ങിയപ്പോൾ ഫുൾ നടക്കാനാണ് ഇഷ്ടം. ഇപ്പോൾ മുട്ട് കുത്തുന്നേ ഇല്ല, ഫുൾ നടന്നിട്ടാണ് കേട്ടോ കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാൻ സിദ്ധുവിന് ബ്രസ്റ്റ് മിൽക്കും കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് അപ്പം തന്നെ സിദ്ധുവിന് ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്കാണ് കൊടുക്കാറ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതിന് തൊട്ട് മുന്നൊക്കെ ആയിട്ട് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് സമയത്ത് ബ്രസ്റ്റ് മിൽക്കും കൊടുക്കാറുണ്ട്. അപ്പോഴേക്കും നമ്മളിതേ ഉച്ചത്തെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ എടുക്കുക, അതായത് ഭയങ്കര ഡ്രൈ ആയിട്ടല്ല, എന്നാൽ നല്ല ലൂസായിട്ടും അല്ല കേട്ടോ. അപ്പോൾ ഈ മത്തങ്ങയും പരിപ്പൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. പരിപ്പ് മത്തങ്ങ എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ. ഇതിൽ ജീരകവും വെളുത്തുള്ളി ഇടുന്നത് അധികം ഗ്യാസ് പ്രോബ്ലം ഒന്നും ഉണ്ടാവാതിരിക്കാനാണ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ കായം പൊടി ഇടാം, പിന്നെ കുറച്ച് നെയ്യും ചേർത്തിട്ട് കൊടുക്കുക കേട്ടോ.
അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സിദ്ധുക്കുട്ടൻ വീണ്ടും കളിക്കാനായിട്ട് പോവാണ്. അപ്പോൾ ഇവിടെ ദേ വീണ്ടും ടോയ്സൊക്കെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ദേ പുറത്തേക്ക് ഇടാണ് കേട്ടോ. ഒതുക്കി വെച്ചതൊക്കെ വേഗം പുറത്തേക്ക് ഇടാനായിട്ട് നല്ല ഇഷ്ടമാണ്. ചിലപ്പോൾ ആ കൊട്ടടക്കം മുഴുവൻ ചെരിച്ചിടും. എന്നിട്ട് അതെല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിക്കാനും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ കളികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഉച്ചയ്ക്ക് ഇരിക്കും. ഏകദേശം ഒരു 12:30-1 മണിയോട് കൂടി ഉച്ചത്തെ ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞാൽ ഒരു 1:30-2 മണിയോട് കൂടിയിട്ട് ഉച്ചയ്ക്കുള്ള ഉറക്കം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഉച്ചവരെയുള്ളത് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ എടുക്കുമ്പോഴേക്കും ഒരുപാട് ലെങ്ത്ത് കൂടും. പിന്നെ അത് വേറൊരു ദിവസം ഈവനിങ് റൂട്ടീനുമായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉച്ചവരെയുള്ളതുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ.